നമുക്കൊപ്പം ഹക്കീം കുട്ടായി ഉണ്ട്. ഹക്കീം, നമസ്കാരം. ശ്രീ ഹക്കീം കുട്ടായി. ഹായ്, നമസ്കാരം. 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 ഞങ്ങളെപ്പോഴും പലപ്പോഴും ഈ ഹക്കീം കുട്ടായി എന്ന വാക്ക് കേൾക്കുമ്പോൾ വാർത്ത തന്നെയാണ് മനസ്സിൽ വരിക. ഒരുപക്ഷെ രാമേന്ദ്രൻ സാറിന് ശേഷം അതേപോലെ ശ്രോതാക്കളുടെയൊക്കെ ഹൃദയം കവർന്ന ഒരു വാർത്താവതാരകനാണ് താങ്കൾ. 27 വർഷം അല്ലേ? പടിയിറങ്ങുമ്പോൾ എന്താ തോന്നിയത് ശ്രീ ഹക്കീം കുട്ടായി? 27 വർഷം വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം ഇത്രയും സമയം ശ്രോതാക്കളുമായിട്ട് അവരുടെ നിരന്തരം വാർത്തകൾ കൊടുക്കുകയും അവരോടൊപ്പം വരെ പുതിയ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്ന എനിക്ക് ഇനി അതിന് സാധിക്കില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഈ ശ്രോതാക്കളൊക്കെ പിരിഞ്ഞു പോരുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു. മനസ്സ് മുഴുവൻ വല്ലാത്തൊരു വേദനയിലായിരുന്നു. ഞാൻ വായിച്ചു, മലബാർ മേഖലയിൽ നിന്ന് ആകാശവാണിയിലേക്ക് പോയ സ്ഥിരം ജീവനക്കാരനായ ശ്രീ ഹക്കീം കുട്ടായി അത്തരത്തിൽ ആദ്യമായിട്ട് ആകാശവാണി മലബാർ മേഖലയിൽ നിന്ന് പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ശങ്കരാനന്ദൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ രത്നാബായി ഉണ്ടായിരുന്നു, വളരെ ചുരുക്കം പേരുണ്ടായിരുന്നു എൻ്റെ മുൻഗാമികളായിട്ട്. അത് ശരി. ഓക്കെ. ഈ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുമല്ലോ? ഈ വാർത്ത സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാർത്ത വായിക്കാൻ പറ്റാതെ വരിക അല്ലേ? അതെങ്ങനെയാ മാനേജ് ചെയ്യാൻ പോകുന്നത് ശ്രീ ഹക്കീം? എനിക്ക് ഒരു പിടിയില്ല ഡോക്ടർ അരുൺ, ഒരു പിടിയില്ല. കാരണം ഞാൻ 2 ദിവസം ലീവ് എടുത്താൽ തന്നെ 3ാമത്തെ ദിവസം ഓഫീസിൽ ഓടിയെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇനി എന്ത് എന്നുള്ളത്, ആ വാക്കം എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ട് ഇതുവരെ എൻ്റെ മനസ്സിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ ഹക്കീം കുട്ടായി വാർത്ത വായിക്കുമ്പോൾ അത് ആസ്വദിച്ച് വായിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ ആ വാർത്ത ഇങ്ങനെ കേട്ടിരിക്കും, അതിൻ്റെ ഒഴുക്കും അതിൻ്റെ കയറ്റിറക്കങ്ങളും വളരെ കൃത്യമായി തന്നെ വായിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് പൂർണ്ണമായി നീതി പുലർത്തിയാണ് അങ്ങ് എന്തായാലും വിടവാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊന്നും താങ്കളെ പോലുള്ള ആൾക്കാരെ സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു നിലപാട്. ശ്രീ അബ്ദുൽ ഹക്കീം, അങ്ങ് ആദ്യം വായിച്ച വാർത്ത ഓർമ്മയുണ്ടോ 27 വർഷങ്ങൾക്ക് മുമ്പ്? ഇല്ല, അന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ വായിച്ചത്. തുടക്കമല്ലായിരുന്നോ? 2 ഭാഗത്ത്, അതായത് എൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഗോപനും രാജശേഖരൻ എന്ന് പറയുന്ന ഗോപൻ സാർ അറിയാലോ, വാർത്തകൾ വായിച്ചിരുന്ന ഗോപൻ നമ്മുടെ. അപ്പോൾ ഗോപൻ സാറും അപ്പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രാജശേഖരൻ ഉണ്ട്, അദ്ദേഹം കാഷ്വലായിട്ട് അവിടെ വന്നിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഇരുന്ന സൈഡിൽ നിന്നുകൊണ്ടാണ് എന്നെ കൊണ്ട് ആദ്യത്തെ വാർത്ത വായിപ്പിച്ചത്. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ അന്ന് നമുക്കിതൊന്നും എടുത്തു വെക്കാനോ സേവ് ചെയ്ത് വെക്കാനോ ഒരു സംവിധാനം ഇല്ലല്ലോ, മൊബൈലില്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ അവിടെയാണെങ്കിൽ സ്റ്റുഡിയോക്കകത്ത് മറ്റൊന്നും, ക്യാമറ ഉൾപ്പെടെ വേറൊരു കാര്യവും അനുവദിക്കുകയില്ല. അപ്പം ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നമുക്കത് ഓർത്തെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ രാമേന്ദ്രൻ ചേട്ടൻ പറയുമായിരുന്നു, വാർത്ത വായിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ രീതിക്കനുസരിച്ച് ആ സ്ക്രിപ്റ്റും അതേപോലെ അതിൻ്റെ കുത്തും കോമയും ഒക്കെ മാറ്റിയാണ് ആരോഹണം നിശ്ചയിക്കുന്നത് എന്ന്. ശബ്ദത്തിൻ്റെ കയറ്റിറക്കം ഉണ്ടല്ലോ, വളരെ കൃത്യമായത് മനസ്സിലാക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കൈ താങ്കൾക്ക് ഉണ്ടായിരുന്നു ശ്രീ ഹക്കീം? അല്ല, അതിൽ മിക്കവാറും എല്ലാവരും ചെയ്യാറുണ്ട്. ചില സെൻറ്റൻസുകൾ പല ആളുകൾ എഴുതുന്നതാണ്, പല ആളുകൾ തയ്യാറാക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഓരോരുത്തരും തയ്യാറാക്കുന്ന ഓരോ ശൈലിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റോറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ സ്റ്റോറി നമ്മൾ 3 ആളുകളുടെ കയ്യിൽ കൊടുത്താൽ 3 ആളുകളും വ്യത്യസ്ത രീതിയിലായിരിക്കും അത് എഴുതുന്നുണ്ടാവുക. അതെ. വായിക്കുന്നവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് അതിൽ പോസ് മാറ്റേണ്ടി വരും, അതിൻ്റെ രീതി മാറ്റേണ്ടി വരും, പറയുന്ന ആ ഘടന തന്നെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതെ നമുക്ക് ആ വാർത്ത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും ഈ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകി കിട്ടുന്ന വാർത്തകളിൽ നമുക്കിത് സാധ്യമാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ വളരെ വളരെ കെയർ ആയിട്ട് വളരെ ശ്രദ്ധിച്ച് വീണു പോകാതെ വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമം നടത്തുക.